ഹലോ ഗൈസ്, ഡ്രോയിങ് ദ സ്ട്രേഞ്ചേഴ്സ് പാർട്ട് 2 ഗൈസ്. വീണ്ടും ട്രെയിനിൽ കയറിയപ്പോൾ എന്റെ കൈയും കാലും തലയും എല്ലാം ചൊറിഞ്ഞ് തരിച്ചു വന്നു ഗൈസ്, ആളുകളെ വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ എന്റെ പുതിയ ഇരയാണ് എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന മാമൻ. ഈ മാമനെ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ എന്റെ ആയുധങ്ങളൊക്കെ റെഡിയാക്കി. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അക്കൗണ്ടിൽ കയറി നോക്കുക, പാർട്ട് 1 ഉണ്ട്. അങ്ങനെ ഞാൻ മാമന്റെ ഔട്ട്ലൈൻ ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വരച്ചുകൊണ്ടിരുന്നു ഗൈസ്. പിന്നെയാണ് ചരിത്രം നടന്നത്. എത്ര അങ്ങോട്ട് നോക്കിയിട്ട് നടന്ന് വരുന്നില്ല ഗൈസ്. അങ്ങനെ മാമനെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് വിചാരിച്ച് കയ്യിലും കാലിലും ഒക്കെ തലയിലൊക്കെ ഒരു സാധനം കൊടുത്ത് ഇങ്ങനെ ആക്കി. എന്തുവാ ഇത്? പാവ മഹാവിഷ്ണു ഒറ്റയ്ക്കാണ്. മഹാവിഷ്ണുവിന് ഒരു കൂട്ടിന് വേണ്ടി ലക്ഷ്മി ദേവിനെയും കൂടെ വരയ്ക്കാൻ വിളിച്ചു. അങ്ങനെ ഞാൻ ലക്ഷ്മി ദേവിനെയും കൂടി വരച്ചു ഗൈസ്. പണ്ട് കാക്ക എടുത്തുകൊണ്ട് പോയ കുടത്തിൽ നിന്ന് കല്ല് വീഴുന്നതല്ല ഗൈസ്, ലക്ഷ്മി ദേവിയുടെ പണക്കുടത്തിൽ നിന്ന് പണത്തുട്ടുകൾ വീഴുന്നതാണിത്. പിന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൂട്ടടി കിട്ടാണ്ട് കുറവും കൂടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചിട്ട് കിടന്ന് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഒരു വിശേഷണവും കൂടി അതിൽ എഴുതി. ഓവർ ടാലന്റഡ് അഥവാ അല്ലെങ്കിൽ കഴിവ്. എന്നെ ട്രോളാൻ ഞാൻ മാത്രം മതി ഗൈസ്. സെൽഫ് ട്രോൾ ആൻഡ് സെൽഫ് റെസ്പെക്ട് ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ ഞാൻ